കൽപ്പറ്റ മുണ്ടേരിയിലെ വാടക വീട്ടിലാണ് ലത ഇപ്പോഴുള്ളത്. ലത നമുക്കൊപ്പം ചേരുന്നുണ്ട്. 4 മാസത്തെ ആ നടുക്കുന്ന ഓർമ്മകളിൽ നിന്ന് പൂർണ്ണമായിട്ടും ലത മോചിതയായിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിലും ലത പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് വാടക വീട്ടിൽ. ലത, നമസ്കാരം. ലത, ഹലോ, നമസ്കാരം. 4 മാസമായി അല്ലേ? ഇപ്പോൾ ആരൊക്കെയുണ്ട് കൂടെ ലതയ്ക്കൊപ്പം? 4 മാസമായി സാറേ. ഞാനുണ്ട്, എൻ്റെ മോളുണ്ട്, മോളുടെ കുട്ടിയുണ്ട്, 2 വയസ്സായ മോനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഓർമ്മിച്ചെടുത്തു പോകൂലേ? എൻ്റെ മോള് എന്താ ചെയ്യാ സാറേ, പോയില്ല, എല്ലാം കൈവിട്ട് പോയില്ല. ഇപ്പൊ മുണ്ടേരിയിലെ വാടക വീട്ടിലാണ് താമസം. ഭർത്താവ് പോയി. ഇല്ല, എനിക്ക് ഗവൺമെന്റിന്റെ കിട്ടിയ മുനിസിപ്പാലിറ്റിയുടെ ക്വാർട്ടേഴ്സ്. മുനിസിപ്പാലിറ്റിയുടെ ക്വാർട്ടേഴ്സ് ആണ് കിട്ടിയത്. അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? അത്യാവശ്യം എല്ലാ സൗകര്യം ഉണ്ട് സാറേ. കിട്ടിയതെല്ലാം സൗകര്യത്തോടെ കിട്ടിയിട്ടുണ്ട്. മകളും മകളുടെ മകനും അവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത് അല്ലേ ലതയ്ക്കൊപ്പം? ഇല്ല, എൻ്റെ മോളാ എൻ്റെ കൂടെ നിൽക്കുന്നത്. ഓ, ഇപ്പം നിൽക്കുന്ന എൻ്റെ മോള് കുട്ടിയാണ്, 2 വയസ്സായ മോന്. അന്ന് ഈ സംഭവം നടക്കുമ്പോൾ മോള് വീട്ടിലില്ലായിരുന്നു അല്ലേ? മോള് ഭർത്താവിന്റെ വീട്ടിലായിരുന്നോ? മോളില്ല, മോള് കെട്ടിച്ചിട്ട മോളാണ്. അന്ന് മകൻ ശ്രീലേഷൻ എത്ര വയസ്സുണ്ടായിരുന്നു രാവിലെ പറഞ്ഞത്? 29 വയസ്സ്. 29 വയസ്സ്. എനിക്ക് തോന്നുന്നു ആ വീട് പൂർണ്ണമായിട്ടും പോയി. ഇനി അത് നോക്കാനേ ഇല്ല അല്ലേ? എല്ലാം പോയി. സാറിന് പോയി നോക്കാമല്ലോ. എല്ലാം പോയിക്കുന്നു. എല്ലാം എന്താ ഉള്ളത് അവിടെ? അതെല്ലാം പോയി. എൻ്റെ മോന് പോയി, ഭർത്താവ്. ബാക്കിയൊക്കെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം? എല്ലാം നഷ്ടപ്പെട്ടവരുടെ കാര്യത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല. ലത, ഈ സർക്കാർ എന്തെങ്കിലും ധനസഹായം തന്നോ? സാറേ, എനിക്കൊരു കാര്യം പറയാൻ. ഓ, പറയൂ ലത. ധനസഹായം ഉണ്ട് സാറേ. എൻ്റെ എനിക്ക് ഭർത്താവുക്ക് മോൻ 2 മരിച്ചത്. അതെ, ഭർത്താവിൻ്റെ എല്ലാം എനിക്ക് കിട്ടി സാറേ. മോൻ്റെതെല്ലാം അവൾക്ക് കിട്ടി, മരുമകൾക്ക് കിട്ടിക്കിന് ധനസഹായം. മരിച്ച ധനസഹായം കിട്ടിക്കിന്. 9,000 കയറി, അതൊന്നും ഒരു പ്രൈസ് കിട്ടി. എത്ര രൂപ കിട്ടി മൊത്തം? എനിക്ക് 8 കിട്ടി സാറേ. 8 ലക്ഷം കിട്ടി. മരുമകൾക്ക് 8 ലക്ഷം കിട്ടി. മകന് കുഞ്ഞുണ്ടായിരുന്നോ? പിന്നെ ഒരു 6 മാസം കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് മരുമകളുടെ ഒപ്പമാണ് അല്ലേ? അവരുടെ വീട്ടിൽ സാറേ. ഈ 2 മാസത്തെ ഈ ചെലവിനുള്ള പൈസ കിട്ടിയിരുന്നോ ലത? 1 മാസത്തെ കിട്ടി. 1 മാസത്തെ കിട്ടുമെന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ല. ഓക്കെ. ലതയ്ക്ക് ഇനിയിപ്പോൾ ആവശ്യം എന്താ? എനിക്ക് ആവശ്യം എന്താ സാർ, എനിക്ക് ഒരു TV വേണം. TV ഇല്ല. എൻ്റെ ഇങ്ങനെയാണ്, ഒരു വാർത്ത കേൾക്കാനും ഇല്ല, എന്താ ലോകം ഇവിടെ ഒന്നും അറിയില്ല. എല്ലാം കാണുന്ന ആളായിരുന്നു. ഈ മുനിസിപ്പാലിറ്റിയിലെ ക്വാർട്ടേഴ്സിൽ അടുത്തടുത്ത് TV കിട്ടാനല്ല പരിചയക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ? വർത്താനം പറയാനൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം ലതയ്ക്ക് വളരെ പെട്ടെന്ന് പറ്റുമെങ്കിൽ ഇന്നോ നാളെയോ തന്നെ TV നമുക്ക് ഏർപ്പാട് ചെയ്യാം കേട്ടോ ലത? വളരെ പറ്റതന്നെ സാറേ. അത്യാവശ്യം കിട്ടിയ നല്ല ഉപകാരമായിരുന്നു. കുറച്ചു നേരം TV-ൽ നല്ല സിനിമയോ പരിപാടിയോ വാർത്തയോ ഒക്കെ കണ്ടിരിക്കുക. ഇനി അതല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? ലതയ്ക്ക് മറ്റു ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അറിയില്ലല്ലോ എൻ്റെ ഉള്ളില് ആരോഗ്യമൊന്നും ഇല്ല സാർ. എന്നെ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക്. ലതയുടെ TV വേണമെന്നൊരു കുഞ്ഞാഗ്രഹം. കാര്യം പറയാനുണ്ട് സാറേ. ഓ, പറയൂ ലത. എനിക്കൊരു പറയാനുണ്ട്. എൻ്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ എൻ്റെ പേരടിച്ച മോതിരം ഉണ്ടായിരുന്നു. അത് എൻ്റെ പേരടിച്ച മോതിരം ഉള്ളത് കൊണ്ട് എൻ്റെ ഭർത്താവ് മരണം കിട്ടിയത്.
അപ്പം ആ മോതിരം അവിടെ പോലീസ് സ്റ്റേഷനിൽ അവിടെ ചോദിച്ചപ്പോൾ അവിടെ കൊടുത്തേക്കെന്ന് പറയാം. ഇപ്പുറത്ത് ചോദിച്ചപ്പോൾ വേറെ സ്ഥലത്തിൽ ചോദിക്കുന്നു പറയാം. കുറേ നമ്മളെ കളിപ്പിക്കുന്നത് സാറേ. ഇപ്പം ആ മോതിരം ഭർത്താവുക്ക് ആ മോതിരം വലിയ ഇഷ്ടമായിരുന്നു, പേരടിച്ച മോതിരമായതുകൊണ്ട്. ആ മോതിരം ഇപ്പം എവിടെ ഉണ്ടാവും? ഹലോ, ഈ മോതിരം ഇപ്പം എവിടെ ഉണ്ടെന്ന് അറിയില്ല. അവിടെ അവർ പറയാ ബോഡി എടുത്ത സമയത്തിൽ ബോഡി തിരിച്ചറിഞ്ഞത് എൻ്റെ മോതിരം കൊണ്ടാണ്, കയ്യിൽ ലതാൻ പേരടിച്ച മോതിരം കൊണ്ടാണ് തിരിച്ചറിഞ്ഞത്. അത് അവിടെ പോലീസ് സ്റ്റേഷൻ ലത ശ്രീനിവാസൻ ഇട്ടുകൊടുത്ത മോതിരമായിരുന്നോ? ആ പേരടിച്ച മോതിരം എൻഗേജ്മെന്റ് മോതിരമായിരുന്നു. പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കില്ലേ, ആ മോതിരമായിരുന്നു അവരുടെ കയ്യിലുണ്ടായത്. അവർക്ക് വലിയ ഒരു ഇഷ്ടമായിരുന്നു ആ മോതിരം. മനസ്സിലായി. മോതിരം എനിക്ക് തിരിച്ചു കിട്ടണം സാറേ. നമുക്കത് ഇടപെടാൻ നോക്കാം, നമുക്കത് മിനിസ്റ്ററോട് പറയാം. ആ മോതിരം എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്താൻ നമുക്കൊരു ശ്രമം നടത്താം. അത് പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ അങ്ങനെ അവിടെ കിട്ടിക്കുന്ന അവരിപ്പോൾ തരാന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ബാക്കിയെല്ലാം കിട്ടി, ആ മോതിരം എനിക്ക് കിട്ടണം. എനിക്കറിയാം അതിനകത്തൊരു വൈകാരിക ബന്ധം ഉണ്ടാവും. കയ്യിൽ കിടക്കുന്ന ഒരു മോതിരായിരുന്നു. എനിക്ക് മനസ്സിലായി ലത. എത്രയോ വർഷങ്ങൾ ലതയെ കൈയുടെ വിരലിൽ അണിഞ്ഞുകൊണ്ട് നടന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും നമുക്കതിന് മന്ത്രിയോട് പറയാം. ഉടൻ തന്നെ ടെലിവിഷന്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനം നമുക്ക് കുറെ നടന്ന് ഈ ആരോഗ്യം വെച്ചിട്ട് എനിക്ക് കുറെ നടക്കാനും പറ്റൂല. മനസ്സിലായില്ല, നടക്കുന്നത് അതിലൊരു തീരുമാനം ഉണ്ടാക്കാം. ഉണ്ടെങ്കിലുണ്ട്, അതല്ലെങ്കിൽ എവിടെയാ നഷ്ടപ്പെട്ടു അത് ഉള്ളത് കൊണ്ടല്ലേ ബോഡി തിരിച്ചു കിട്ടിയത്. അതെ അതെ, അവരത് പറഞ്ഞ് കിട്ടിക്കിന്നു പറഞ്ഞിരിക്കുന്നല്ലോ. അതെ, നമുക്ക് എന്തായാലും മന്ത്രിയോട് സംസാരിക്കാം. ഞാൻ മിനിസ്റ്ററോട് ഇന്ന് തന്നെ സംസാരിക്കാം ഈ വിഷയം. എന്നിട്ട് നമുക്ക് ആ കാര്യം മന്ത്രി തന്നെ ഏറ്റെടുക്കും കേട്ടോ. നമുക്ക് ഒരു ഉറപ്പ് നൽകാം. അതുപോലെ TV-യുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമാക്കാം. അടുത്ത മാസത്തെ സാമ്പത്തികം കിട്ടട്ടെ. ഇനിയിപ്പം വാടക വീട് ഒഴിഞ്ഞ് ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞ് പോകണം, പുതിയ വീട് വേണം, അതിന് പുതിയ ടൗൺഷിപ്പിന്റെ ഭാഗമാവണം അല്ലേ? അത് പോണോന്ന് പറഞ്ഞ പോണോ, ഇത് വീട് വേണം സാറേ. എത്രയെന്ന് എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് വീടാ. കുറേ വർഷമായി, 34 വർഷമായ വീടാണ്. തീർച്ചയായിട്ടും ലത, കുറേ പണിയെടുത്ത് നല്ല വീട് കിട്ടും. സർക്കാർ നല്ല വീട് ലതയ്ക്ക് പണിഞ്ഞു നൽകും. ഇപ്പം ബാക്കി ചെലവുകളൊക്കെ എങ്ങനെയാ കഴിഞ്ഞു പോകുന്നത് ലത? ചെലവെല്ലാം സർക്കാർ തന്നിക്കാണല്ലോ. പിന്നെ എന്തെങ്കിലും ഇതിൽ പിന്നെ അരി സാധനം ഭക്ഷണ സാധനമൊക്കെ ഉണ്ട്, പച്ചക്കറിയോ അങ്ങനത്തെ മാംസങ്ങൾ അങ്ങനെയൊക്കെ. സമാധാനമായിട്ടിരിക്കും, നമുക്ക് വരുമ്പോൾ കാണാം. മാത്രമല്ല TV-യുടെ കാര്യത്തിൽ ഇന്നോ നാളെയോ തന്നെ ഉടൻ തീരുമാനം ഉണ്ടാവും. നമ്മളുടെ പ്രതിനിധി ദീപക് അവിടെ എത്തിയാൽ ഉടൻ വീട്ടിലേക്ക് ഒരു TV കൊണ്ടുവരും കേട്ടോ ലത. എനിക്ക് പൈസ എടുത്ത് വാങ്ങാനല്ല, എനിക്ക് മുന്നോട്ടുള്ള പൈസ അതേ ഉള്ളൂ. ഇല്ലില്ല, അതിനകത്ത് പൈസ കുഞ്ഞിനും ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ആ പൈസ കയ്യിലുള്ളൂ. അതിലൊരു പൈസ എടുക്കണ്ട കേട്ടോ, നമുക്ക് അതിനുള്ള സംവിധാനം അതുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. മനസ്സിലായി ലത, മനസ്സിലായി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി ദീപക് മോഹൻ. താങ്ക് യു. അപ്പം ചായയും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുക, ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ അതല്ലേ ചെയ്യാൻ പറ്റൂ, ഒക്കെ സംഭവിച്ചു പോയി. ഇനിയിപ്പം നഷ്ടപ്പെട്ടവരെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. പോയി ഈ സർക്കാർ എന്നാണ് വീട് വെച്ച് തരുന്നത്, എന്നാണ് സ്ഥലം കിട്ടുന്നത്, അതറിയണോ? സർക്കാർ ഇപ്പോൾ 2 സ്ഥലമാണ് കണക്കിലെടുത്തത്. പക്ഷേ 2 സ്ഥലവും ഇപ്പോൾ കോടതിയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഒരു 6 മാസത്തിനുള്ളിൽ ഒരു തീരുമാനമാവും ലത എന്ന് പ്രതീക്ഷിക്കാം. സർക്കാരിൻ്റെ ഒരു ഉറപ്പങ്ങനെയാണ്. അടുത്ത 1 വർഷത്തിനുള്ളിൽ, അടുത്ത 2025 ഒരു നല്ല തീരുമാനം, ഓഗസ്റ്റിന് മുൻപ്, ഓണത്തിന് മുൻപ് ചിലപ്പോൾ നമുക്ക് പുതിയ വീട് കിട്ടുമായിരിക്കും. നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അപ്പോൾ ശരി ലത, അപ്പോൾ TV-യുമായിട്ട് ദീപക് അവിടെ വരും. മോതിരത്തിൻ്റെ കാര്യം നമുക്ക് മന്ത്രിയോട് സംസാരിക്കാം. താങ്ക് യു ലത. എന്താ പറയുക, എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയില്ലല്ലോ. ഇനി മുന്നോട്ട് പോയല്ലേ പറ്റൂ. ഒരു ഇത്ര വർഷമല്ലേ ഒരു മനുഷ്യൻ തൻ്റെ പ്രിയതമയെ അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവളെ കൈവിരൽ അണിഞ്ഞു കൊണ്ടുവന്നൊരു മോതിരമാണ്. ആ മോതിരം വേണമെന്ന് പറയുന്നത് അതിൻ്റെ സ്വർണത്തിൻ്റെ വില അടിസ്ഥാനപ്പെടുത്തിയല്ല, അത് ആ ബന്ധത്തിൻ്റെ വിലയായിരുന്നു. ആ വിലയാണ് ലത ആവശ്യപ്പെടുന്നത്.
ഇങ്ങനെ ലതയെപ്പോലെ ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പോഴും ആ ദുഃഖമൊക്കെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ തളം കെട്ടി കിടക്കും. ചില സമയത്ത് ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ അങ്ങ് പൊട്ടിപ്പോവും. അങ്ങനെയുള്ള മനുഷ്യരാണ് ഇപ്പോഴും വയനാട് ചൂരൽമല മുണ്ടക്കൈ മേഖലകളിലുള്ളത്. കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളെ ഇനി അവർക്കുള്ളൂ. അവർക്ക് കയറി കിടക്കാൻ ആരും ഇറങ്ങിപ്പോവരുത്, അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടാവാത്ത ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞു കൂര വേണം. അതിനാണ് സർക്കാർ. അതെന്ന് കിട്ടും എന്നതറിയണം അവർക്ക്. അതിനുള്ള അവകാശം അവർക്കുണ്ട്. അതിനൊരു കേന്ദ്ര സഹായം 2092 കോടി രൂപ നമ്മൾ കൊടുത്തു. അതിൽ നിന്ന് ഒരു പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. കേന്ദ്രം എത്രയും പെട്ടെന്ന് ആ ധനസഹായം നൽകണം. ലതയെപ്പോലുള്ള മനുഷ്യർ, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അവരിങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കലാണ് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.